ഷൈജി വിളിച്ചില്ലടാ. ആ ഷൈജി പെട്ടെന്ന് പോണം, ഞാൻ പോയി വരാന്നൊക്കെ ഒന്നുമില്ല, ഓന്റെ കാർ എടുക്കാൻ വേണ്ടി ഓട്ടോ ഒരാൾ വേണ്ട, അതേ അന്നെ വിളിച്ച്. ആ ശരി. അസർ പിന്നെ വിളിച്ചു, എനിക്ക് പോയില്ലെങ്കിൽ സ്ഥലം വരെ പോകണ്ടിരിക്കണ്ട്. അസർ പെരെ പോകും പേടിച്ചിട്ടായിരിക്കും. ഓൻ പോണ വൈകി ഇന്ന് നടന്നുകൊണ്ടവനെ ഓനൊന്നും മടുപ്പ് കയറ്റിയല്ല. പകല് 4 ആള് തൊള്ളാന്നായിക്ക്. അത് നോക്കണ്ട, രാത്രി ഒരു പണി കൊടുക്കാൻ പോയിട്ടേക്കുന്നു ചെറുതായിട്ടൊന്ന്. ഷൈജെത്തിയില്ലേ? ഇല്ല, ആളിപ്പോ വരാന്ന് പറഞ്ഞു. അസർ ഇനി ഒറ്റക്ക് മോട്ടോർ വൈകി. സാധാരണ ഓട്ടോറിക്ഷ പോകാൻ മറ്റേ റോഡിന് വളഞ്ഞിട്ട് വരലാണ്. ഇതിൽ പോയിക്കാതെ കുറച്ചെല്ലാം നടക്കാനുള്ളൂ, കുഴപ്പമില്ല, പേടിക്കാനൊന്നും ഇല്ല. നമ്മള് വിട്ടുകൊടുക്കണതില് അല്ല ഷൈജേട്ടാ വന്നിട്ട് വിട്ടുതരാന്ന് പറഞ്ഞു. സമയം ഉണ്ടാവില്ല, 7:30 അവിടെ പോണ്ട്. അതെല്ലാം പറഞ്ഞോട്. നിങ്ങൾ പേടിക്കാനില്ല, കരിങ്കാരോടൊന്നും നോക്കിയാ എനിക്ക് പേടിയൊന്നുമില്ല. അല്ല എന്നാള് പുഷ്പേട്ട ചങ്ങരയുടെ സൗണ്ട് ആയിട്ട് പേടിച്ചെന്നൊക്കെ പറഞ്ഞു. ഇത്ര ആൾക്കാർ പേടിച്ചു, എന്റെ വലിയ അവിടെ പേടിച്ച്. വട്ടായത് ആ രാത്രി വലിയൊരു കുടം ഇങ്ങനെ പൊഞ്ചിരും, അതിന്റെ ഉള്ളിൽ തീയും. പക്ഷെ 5 കൊല്ലം മുന്നേ പേടിച്ച 2-3 ആൾക്കാർ ഇപ്പൊ ഒന്നും ജീവിച്ചിട്ടില്ല. നമ്മളെ സൈത്തില്ലേ വളക്കാട്ടികളിലെ പേടിച്ചിട്ട് വയറിളിക്കും നമുക്ക്. ഒറ്റക്ക് പോലെ പോലെ ചേട്ടാ നോക്കണ്ട ആഴ്ചക്കുള്ള അത് നോക്കണ്ടെന്ന്. ഓട്ടം ഉണ്ടായിനാ? ആ ഓട്ടം കുറവാണ്. 1-2 സ്ഥലത്ത് പോകാണ്ട്. അപ്പൊ നാളെ രാവിലെ ഒന്ന് വീട് വണ്ടി എടുത്തിട്ടോ. വണ്ടി കയറി ഞങ്ങള് പോവാ. ഒരു നായ്ക്കളും ഇല്ലേനു, ഒറ്റക്ക് പോണല്ലോ. കഴിഞ്ഞോ അല്ല, ഡ്രൈവർക്ക് ഞങ്ങൾ നല്ലൊരു പണി എടുത്തിട്ടാ. അല്ലടോ, നാളെ ഞാനിപ്പോ വേറെ ഡ്രൈവർ നോക്കേണ്ടി വരുമോ? ഏ 5 കൊല്ലം മുന്നേ പേടിച്ച 2-3 ആൾക്കാർ ഇപ്പൊ ഒന്നും ജീവിച്ചിരിപ്പില്ല. അസർപ്പായോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, എങ്ങനെയെങ്കിലും വരലെത്തും എന്തായാലും. പോയി നോക്കാം നമുക്ക്. പോയി നോക്കണ ഇന്നലത്തെ കളി ഉണ്ടല്ലോ, ഫിഫ മഞ്ചേരിയും പോലും തമ്മിലുള്ള ഫിഫ മഞ്ചേരി തമ്മിലുള്ള ഒരു രക്ഷയില്ലാത്ത കളിയേനി. ആനുകാലിക പ്രസക്തിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കീമേ. എന്ത് പറയാനാണ്, ഒന്നും പറയാനില്ല. ഒരു പാട്ടെങ്കിലും പാടി നടക്കല്ലോ അല്ലേ?